മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കരുണയുടെ തിരുനാൾ കൊണ്ടാടുന്ന ഈ ദിവസം ദിവ്യ കാരുണ്യനാഥൻ നിങ്ങളിലേക്ക്, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തന്റെ കരുണ വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിക്കുകയും ആ പാപങ്ങൾക്കുള്ള ശിക്ഷ നിത്യമായിട്ട് കർത്താവ് നീക്കിക്കളയുകയും ചെയ്യുന്ന ദിവസമാണ് കർത്താവിന്റെ കരുണയുടെ ഈ തിരുനാൾ ദിവസം. നമ്മൾ ഓരോരുത്തരും പാപികളാ, ബലഹീനരാ. ഒത്തിരിയേറെ തിന്മകൾ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കാഴ്ചയിലൂടെ, സംസാരങ്ങളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അറിഞ്ഞും അറിയാതെയും ഒക്കെ കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ബലഹീനരായതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിന് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതം നരകാഗ്നിയിൽ നിപതിക്കേണ്ട ജീവിതങ്ങളായിട്ട് മാറും. അതുകൊണ്ട് ദൈവകരുണയുടെ ഈ തിരുനാള് നമ്മൾ ഓരോരുത്തരും ഭക്തിയോടുകൂടെ ആചരിക്കണം. നമ്മുടെ ഭവനങ്ങളില് കർത്താവിന്റെ കരുണയുടെ ചിത്രം വെക്കുകയും ആ ചിത്രത്തിന് മുമ്പില് കരുണയുടെ ജപമാല ചൊല്ലി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ ബലഹീനതകളൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്ന ദിവസം നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ച ആരാധനയിലൊക്കെ പങ്കെടുത്ത് ദണ്ഡവിമോചനമൊക്കെ സ്വീകരിക്കേണ്ട ഒരു ദിവസമാണ് ഈ ദിവസം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും അപേക്ഷിക്കാം, യാചിക്കാം. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാ. അവിടുത്തെ കരുണയാണ് പാപികളായി നമ്മളെ രക്ഷിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: കരുണയേക്കാൾ വലുതായി മനുഷ്യന് മറ്റൊന്നും ആവശ്യമില്ല. അവന്റെ ബലഹീനതയ്ക്ക് മുകളില് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് അവനെ ഉയർത്തുന്നത് ദൈവകരുണയാ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ബലഹീനരാ. നമ്മുടെ ബലഹീനതയ്ക്ക് മുകളില് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ ഉയർത്തുന്നത് ദൈവ കരുണയാണെങ്കിൽ എത്രമാത്രം നമുക്ക് പ്രധാനമാണ് ദൈവകാരുണ്യത്തിന്റെ ഈ തിരുനാളും ദൈവത്തിന്റെ കരുണയുമെന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് മനസ്സിലാക്കിയിരിക്കണം. വെള്ളം ഒഴുകുന്നിടത്തെല്ലാം പച്ചപ്പ് വളരുന്നില്ലേ? അതുപോലെ തന്നെ കണ്ണുനീർ വീഴുന്നിടത്തെല്ലാം ദൈവകരുണയും വളരും. ഇന്ന് ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടെ കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവകാരുണ്യത്തിന് മുമ്പിൽ ചെന്ന് ഇന്ന് കണ്ണുനീര് പൊഴിച്ച് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ നിറയണം. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയണം. ദൈവത്തിന്റെ വിശുദ്ധി നമ്മുടെ ബലഹീനതകൾക്ക് മേലെ ഉയരണം. അതിന് ദൈവത്തിന്റെ കരുണ നമുക്ക് ആവശ്യമാണ്. ഇന്ന് ദൈവകരുണയുടെ ഈ തിരുനാൾ നമുക്ക് കൊണ്ടാടാം. ഒപ്പം എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലോ ദൈവകരുണയുടെ ചിത്രത്തിന് മുൻപിലോ ദൈവകരുണയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ പാപാവസ്ഥകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങ് കാരുണ്യമാണല്ലോ. അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരും പാപികളും ജീവിതത്തിന്റെ വഴികൾ ഒത്തിരിയേറെ ഇടർച്ചകളിലൂടെ കടന്നു പോകുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. കർത്താവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുറവുകളിൽ അങ്ങ് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ അങ്ങ് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.